ഇനി അടുത്തത് സീഗത്തു ഇഫ് ഫോർമുല. അപ്പോൾ ലോജിക്കൽ സെക്ഷനിലുള്ള ഒരു ഫോർമുലയാണിത്. ഒരു കണ്ടീഷൻ അനുസരിച്ച് റിസൾട്ട് വരുന്ന രീതിയാണ് ഇതിലുണ്ടാവുക. ട്രൂ ഓർ ഫോൾസ് ആൻസർ ആയിരിക്കും ഉണ്ടാവുക. ഈ ടെക്സ്റ്റിൽ കാണുന്ന പോലെ ഇഫ് ബ്രാക്കറ്റിൽ ലോജിക്കൽ ടെസ്റ്റ് വാല്യൂ ഇഫ് ട്രൂ വാല്യൂ ഇഫ് ഫോൾസ് എന്ന ഫോർമുലയാണ് ഇതിന് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് മാർക്ക് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ സ്റ്റുഡൻസിൻ്റെ ഗ്രേഡുകൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇഫ് ഫോർമുല യൂസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഗ്രേഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇതിനായി ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ, PDF കാണുന്ന ഈ ഒരു ഫോർമുല, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഫോർമുല ടൈപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ഗ്രേഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻസാണ് കൊടുക്കുന്നത്. അപ്പോൾ I2 സെല്ലിലെ വാല്യൂ പെർസെൻറ്റേജ് 80 ഓർ മോർ ആണെങ്കിൽ A ഗ്രേഡ് വരും, 60 ആണെങ്കിൽ B ഗ്രേഡും അല്ലെങ്കിൽ C ഗ്രേഡും വരും. ഇതുപോലെ നമുക്ക് ഫോർമുല എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. ഇനി ഫോർമുല റൈറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സാണ് പറയുന്നത്. അതിൽ ആദ്യം റിസൾട്ട് വരേണ്ട സെല്ലിൽ ഈക്വൽ ടു സിമ്പിൾ ടൈപ്പ് ചെയ്യുക. ദെൻ ഇഫ് ടൈപ്പ് ചെയ്ത ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനുശേഷം വാല്യൂ സെല്ല് സെലക്ട് ചെയ്യുക, ഈക്വൽ ടു പിന്നെ ലെസർ ദാൻ സിമ്പിൾ യൂസ് ചെയ്ത് കണ്ടീഷൻ ടൈപ്പ് ചെയ്യുക. ലോജിക്കൽ ടെക്സ്റ്റ് വാല്യൂ ഇഫ് ട്രൂ വാല്യൂ ഇഫ് ഫോൾസ്, ഈ കണ്ടീഷൻ ടെക്സ്റ്റിൻ്റെ ബ്രാക്കറ്റിൽ ഇടയിലൊക്കെ കോമ ടൈപ്പ് ചെയ്യണം. ചിലപ്പോൾ കണ്ടീഷൻ്റെ റിസൾട്ടിൻ്റെ ഇടയിലുള്ള കോമ വേറൊരു സിമ്പിളായിട്ടായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഇഫ് ഈക്വൽ ടു സിമ്പിൾ ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് ഏതാണ് സിമ്പിൾ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫോർമുലയിൽ ഏത് സിമ്പിളാണോ വരുന്നത് അത് ആവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ. ഇനി മീഡിയം ശരിയാണെങ്കിൽ റിസൾട്ട് ടൈപ്പ് ചെയ്യുക. റിസൾട്ട് ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കണം. കണ്ടീഷൻസ് കൂടുതൽ ടൈപ്പ് ചെയ്യാൻ ഇഫ് അതിനനുസരിച്ച് ടൈപ്പ് ചെയ്യണം. അതുപോലെ ബ്രാക്കറ്റും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത കണ്ടീഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺഡ് ബ്രാക്കറ്റ്സ് മുഴുവൻ ക്ലോസ് ചെയ്യണം. ഇതേ ഫോർമുല ശേഷം വരുന്ന റോസിലെ സെൽസിൽ ഫില്ല് ചെയ്യാൻ ലെഫ്റ്റ് കോർണറിലുള്ള ചെറിയ ഡാർക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. ഇനി പേജ് ഡയറക്ഷൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിലാണ് അത് ലെഫ്റ്റ് കോർണറിൽ ഉണ്ടാവുക. അപ്പോൾ ആ സമയം കേഴ്സർ ഒരു പ്ലസ് സിമ്പിളായി മാറും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത സെല്ലിലേക്ക് മൗസ് ഡ്രാഗ് ചെയ്യുക. ഇനി ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് സെൽ റീനെയിമിങ്. അപ്പോൾ ഡീഫോൾട്ട് നെയിമിന് പകരം സെൽസ് റീനെയിം ചെയ്യാൻ സിമ്പിൾസ് ഗ്രൂപ്പിലെ ടൂൾസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, H2 എന്ന ഒരു സെല്ലിൻ്റെ പേര് മാറ്റി അൽ മജ്മു 1 എന്നാക്കാം. അപ്പോൾ നമ്പർ ബോക്സിൽ H2 പകരം അൽ മജ്മു 1 എന്ന് കാണിക്കും. ഈ ഗ്രൂപ്പിലെ ടൂൾസ് യൂസ് ചെയ്ത് ഫോർമുലയിലെ നെയിംസ് യൂസ് ചെയ്യാനും നെയിംസ് മാനേജ് ചെയ്യാനും പുതിയ പേര് നൽകാനും ഒക്കെ കഴിയും. അങ്ങനെ MS എക്സലിനെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് മുഴുവനും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് യൂണിറ്റ് അശബക്കാത്തുൽ ഹാസുബിയ വൽ ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഇൻ്റർനെറ്റ്. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം, ഇതിൽ ഇമ്പോർട്ടൻ്റ് വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേർഡ്സ് വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ വേർഡ്സ് എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ യൂസേഴ്സിൻ്റെ ഇടയിൽ ഡാറ്റ ട്രാൻസ്മിഷൻസിനും കമ്മ്യൂണിക്കേഷൻസിനും വേണ്ടി വയർലെസ് കാരിയേഴ്സും ഇലക്ട്രോണിക് സർക്യൂട്ട്സും യൂസ് ചെയ്ത് കണക്ട് ചെയ്ത ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സ്റ്റോറേജ് സ്പേസ്, ഡാറ്റ പോലെയുള്ള റിസോഴ്സസും പ്രിൻറ്റേഴ്സ്, ഹാർഡ് ഡിസ്ക് പോലുള്ള ഡിവൈസുകളും ഷെയർ ചെയ്യാനും അതിലൂടെ ഇവയുടെയൊക്കെ ഉപകാരം ലഭിക്കാനും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു ബെസ്റ്റ് ചോയ്സാണ്. 1960കളിലാണ് നെറ്റ്വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തത്. ഡിഫൻസ് മിനിസ്ട്രിയാണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസി ARPA നെറ്റ്വർക്ക് എന്ന പേരിൽ നെറ്റ്വർക്ക് പ്രോട്ടോക്കോളിൻ്റെ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. 60കളുടെ അവസാനം ഡിസൈൻ ചെയ്ത് ഇന്നും യൂസ് ചെയ്യുന്ന ഈ പ്രോട്ടോക്കോൾസിൽ പെട്ടതാണ് TCP ഓർ IP. നെക്സ്റ്റ് ടോപ്പിക് അഗ്റാദു ഷബക്കൽ ഹാസുബിയ, ഗോൾസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഇൻ്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേഷൻസ് ലഭ്യമാക്കലാണ് ആദ്യത്തെ യൂസ്. എക്സാമ്പിൾ, ഇമെയിൽ, ചാറ്റ് റൂം, വീഡിയോ കോൾസ്, വീഡിയോ കോൺഫറൻസൊക്കെ അതിൽ പെടും. ഇനി 2, ഷെയറിങ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഇപ്പോൾ പ്രിൻ്റർ, സ്കാനറൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ. അതുപോലെ ഷെയറിങ് ഫയൽസ് ആൻഡ് ഡാറ്റാസ്, ഷെയറിങ് സോഫ്റ്റ്വെയർസ്. നെക്സ്റ്റ്, ഡാറ്റ ട്രാൻസ്ഫറിങ് മീഡിയംസ് ഇൻ നെറ്റ്വർക്ക്, വസാഇത്തു നഖ്ലിൽ ബയാനാത്ത് ഫി ഷബക്ക. 2 ടൈപ്സ് ഓഫ് മീഡിയംസ് ആണുള്ളത്.
ഒന്ന് വയേർഡ് മീഡിയം അൽ വസാഇത്തു സിൽക്കിയ ആൻഡ് വയർലെസ് മീഡിയം അൽ വസാഇത്തു ലാ സിൽക്കിയ. രണ്ടിലെയും പ്രോട്ടോകോൾസ് സെയിമാണ്, പക്ഷേ നെറ്റ്വർക്ക് കാർഡ്സ് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൽ വ്യത്യാസങ്ങളുണ്ട്. വയർലെസ് നെറ്റ്വർക്ക്സ് ഒരു തരത്തിലുള്ള കേബിൾസും യൂസ് ചെയ്യില്ല. നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ മെറ്റൽ കേബിൾസും വയേഴ്സും യൂസ് ചെയ്ത് കണക്ട് ചെയ്യുകയും അതുവഴി ഇലക്ട്രിക് പൾസുകളായി ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നതുമാണ് നമ്മുടെ വയേർഡ് മീഡിയംസ്. ഇനി വയേഴ്സിൻ്റെയും കേബിൾസിൻ്റെയും സഹായം കൂടാതെ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യുകയും വയർലെസ് സിഗ്നൽസിൻ്റെ രൂപത്തിൽ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്ന മീഡിയമാണ് വയർലെസ് മീഡിയംസ്. ഇവിടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളിലൂടെ മൈക്രോവേവ്സും റേഡിയോ വേവ്സും യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ബിത്താഖത്തു ഷബക്ക നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഡിവൈസിൻ്റെ അകത്ത് മദർ ബോർഡിലുള്ള ഒരു ഇലക്ട്രോണിക് ബോർഡാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഡിവൈസിന് പുറത്ത് മറ്റൊരു കമ്പ്യൂട്ടറുമായി നെറ്റ്വർക്കിങ്ങിന് വേണ്ടി കണക്ട് ചെയ്യുന്നു. വോയിസ് ലിങ്ക് ചെയ്യുന്നതും നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. നെക്സ്റ്റ് വൺ മോഡം. ഫോൺ ലൈൻസ് വഴി ഡാറ്റാസ് അയക്കാനും റിസീവ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡിവൈസാണിത്. ഡാറ്റ അയക്കുമ്പോൾ നമ്മുടെ മോഡം ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസ് ആക്കി മാറ്റും. ഫോൺ ലൈൻസ് വഴി സെൻഡ് ചെയ്യുന്നത് കൊണ്ടാണത്. ഇനി ഡാറ്റ സ്വീകരിക്കുന്ന സമയത്ത് അനലോഗ് സിഗ്നൽസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും ഡിജിറ്റൽ സിഗ്നൽസ് ആക്കി മാറ്റും. നെക്സ്റ്റ് വൺ അൻവാഉ ഷബക്കാത്തി ഹസ്ബൻ നിത്താഖി. ഏരിയകളനുസരിച്ച് നെറ്റ്വർക്ക്സ് പല ടൈപ്പായി തിരിക്കുന്നുണ്ട്. ഒന്ന് ലാൻ അഷബക്കൽ മഹല്ലിയ. ഒരു വീടിനകത്തോ ഓഫീസിനകത്തോ ഫയൽ ഷെയർ ചെയ്യാനും ഡിവൈസസ് ഷെയർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ചെറിയ നെറ്റ്വർക്കാണിത്. നെക്സ്റ്റ് അഷബക്കത്തുൽ മഹല്ലിയ ലാ സിൽക്കിയ വയർലെസ് ലാൻ. ഇതും ലാൻ പോലെ തന്നെ ലോക്കൽ യൂസിനാണ്, പക്ഷേ വയർലെസ് മീഡിയമാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. അടുത്തത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു വ്യക്തിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് അഷബക്ക റിഹാബിയ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു നിർണിത ഏരിയക്കുള്ളിലെ നെറ്റ്വർക്കാണിത്. വിദ്യാർത്ഥികൾക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് അഷബക്കാത്തുൽ മുവസ്സഅ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. സിറ്റീസ് നാഷൻസ് ഒക്കെ പോലെ വലിയ ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള നെറ്റ്വർക്ക്സ് കണക്ട് ചെയ്യാനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഫോൺ ലൈൻസ് ഒക്കെ പോലെ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴിയാണ് ഈ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ATM ഒക്കെ ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ്. അടുത്തത് തദാഖുലു ഷബക്കാത്ത് ഇൻ്റർ നെറ്റ്വർക്ക്. പബ്ലിക് ലൈബ്രറീസിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യുന്ന വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്സ് ആണ് ഈ ടൈപ്പിൽ വരുന്നത്. അടുത്തത് അൽ ഇൻ്റർനെറ്റ്, നമ്മുടെ ഇൻ്റർനെറ്റ്. വേൾഡ് വൈഡായി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. സ്മാർട്ട് ഫോണും PC ഒക്കെ ഉപയോഗിച്ച് വലിയ അളവിൽ ഡാറ്റാസ് ലഭിക്കാൻ ഇതിലൂടെ സാധിക്കും. അടുത്തൊന്നാണ് ഇൻട്രാനെറ്റ്. വലിയ സ്ഥാപനങ്ങളിൽ യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ നെറ്റ്വർക്കാണിത്. കമ്പനി ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കമ്പനി സോഴ്സസും ഡാറ്റാസും ഇതിലൂടെ ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ കമ്പനി എംപ്ലോയീസിന് മാത്രമേ ഇൻട്രാനെറ്റിൽ ആക്സസ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് വൺ അൽ എക്സ്ട്രാനെറ്റ്. ഒരു നിശ്ചിത സ്ഥാപനത്തിനകത്തുള്ള സ്പെഷ്യൽ ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിൻ്റെ എക്സ്റ്റൻഷനാണിത്. അപ്പം ഫയർവാൾസ് മുഖേന ശരിയായ രീതിയിൽ എക്സ്ട്രാനെറ്റ് യൂസ് ചെയ്യാനും കമ്പനിയുടെ ഡാറ്റാസ് ആക്സസ് ലഭിക്കാനും കമ്പനിക്ക് പുറത്തുള്ള നമ്മുടെ സപ്ലയേഴ്സ് കസ്റ്റമേഴ്സ് പോലെയുള്ള ഓതറൈസ്ഡ് വ്യക്തികൾക്ക് ഇതിലൂടെ സാധ്യമാകും. നെക്സ്റ്റ് ടോപ്പിക് ഇൻ്റർനെറ്റ്. ഇനി ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള ചർച്ചകളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മേഖലകളിലും മെഡിക്കൽ, ഫിനാൻഷ്യൽ, ബിസിനസ്, എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ സ്വാധീനമുണ്ടാക്കിയ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിന് അതീതമായി നമ്മുടെ ലോകത്തിനെ തന്നെ ഒരു ചെറിയ ഏരിയയിൽ ഒതുക്കിയ വലിയൊരു സിസ്റ്റമാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. 2016 അവസാനം നടന്ന സർവേ അനുസരിച്ച് 47 ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഇൻ്റർനെറ്റ് യൂസേഴ്സാണ്. ഇനി ഇൻ്റർനെറ്റിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത്. അതിലിപ്പോൾ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഉണ്ട്.
അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ആൻഡ് ടെക്നോളജീസ് ഉണ്ടാവും. അതുപോലെ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. മുഴുവൻ ഫീൽഡുകളിലുമുള്ള യൂസേജ് ഇൻ്റർനെറ്റിൽ ലഭിക്കും. സമകാലിക ജീവിത രീതിയിൽ ഇൻ്റർനെറ്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി അൽ-ഇസ്തിലാഹു വ താരിഫ്, ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള കുറച്ച് സാങ്കേതിക കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്നീ 2 വാക്ക് കൂടി ചേർന്നാണ് ഇൻ്റർനെറ്റ് ഉണ്ടായത്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സാങ്കേതിക അർത്ഥം നെറ്റ്വർക്ക്സിൻ്റെ ഇടയിലുള്ള നെറ്റ്വർക്ക്സ് എന്നാണ്. ഇനി അറബിയിൽ ഇൻ്റർനെറ്റിന് യൂസ് ചെയ്യുന്ന ടേംസാണ് അഷാബിക, അൽ മിഅമാമ്, അതുപോലെ അഷബക്ക. ഇങ്ങനെയൊക്കെ പേരുകളുണ്ടെങ്കിലും അൽ ഇൻ്റർനെറ്റ് എന്നതാണ് പോപ്പുലർ നെയിം. അതുപോലെ വെബ്, അഷബക്കൽ അൻകബൂത്തിയ എന്ന നെയിംസും ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ചില ഒരു സേവനങ്ങൾ മാത്രമായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. ഇൻ്റർനെറ്റിൻ്റെ ഒറിജിനൽ നെയിമായിട്ട് ഇതിനൊന്നും പറയാൻ പറ്റില്ല. ഇനി ഇൻ്റർനെറ്റിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ പെട്ടതാണ് അൽ ഇൻ്റർനെറ്റ് ഹിയ ഷബക്ക വഹ്മ മിൻ അജ്ഹിസത്തിൽ ഹാസിബ് അൽ മുർത്തബിത്തത്തി ബി ബഅദിഹ അൽ ബഅദ് വൽ മുൻതശിറത്ത് ഹൗലൽ ആലം. പരസ്പരം കണക്റ്റഡായ കമ്പ്യൂട്ടർ ഡിവൈസുകളിലെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ്. ഇനി ഒരു 2 ഡെഫിനിഷൻസാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്ന് നല്ല ലെങ്തിയാണ്, ജസ്റ്റ് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ അതിന് ശേഷമുള്ള അവസാനത്തെ ഡെഫിനിഷൻ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ പരസ്പരം ലിങ്ക്ഡായ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഡിവൈസസ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺസ് ആണ്. ഇതിലൂടെ യൂസേഴ്സിന് റിട്ടൺ ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ രൂപത്തിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള ഡെഫിനിഷൻസ് ആണ് ഇവിടെ ഇൻ്റർനെറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് താരീഖു തതവ്വുറിൽ ഇൻ്റർനെറ്റ്, ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് ഡെവലപ്മെൻറ്റ്. 1957 സ്പുട്നിക് എന്ന പേരിൽ സോവിയറ്റ് യൂണിയൻ ഔട്ടർ സ്പേസിൽ ആദ്യത്തെ മനുഷ്യനിർമ്മിത സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. അതുപോലെ 1958 ബെൽ കമ്പനി ഫോൺ ലൈനിലൂടെ ഡിജിറ്റൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിവുള്ള ആദ്യ മോഡം കണ്ടെത്തി. പിന്നെ 1961 അമേരിക്കൻ സയൻറ്റിസ്റ്റും എഞ്ചിനീയറുമായ ലിയനാർഡ് ക്ലെയിൻറോക്ക് എന്ന വ്യക്തി മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഡാറ്റ ട്രാൻസ്ഫർ പാക്കേജ് തിയറി സംബന്ധിച്ച് ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇൻ്റർനെറ്റ് വരാനുള്ള ആദ്യ ശ്രമങ്ങളായി കാണുന്നത്. 1969 അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഫണ്ടിങ്ങോടെ ആർപ്പ നെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി അവർ ക്രിയേറ്റ് ചെയ്ത കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസ് നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി ഇൻ്റർനെറ്റ് ഹിസ്റ്ററി സോഴ്സസ് സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തെ സഹായിക്കലായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യം. 1962 പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും 1969 കൂടെയാണ് 4 കമ്പ്യൂട്ടർ ഡിവൈസുകൾ ആർപ്പാനെറ്റിനോട് ലിങ്ക് ചെയ്തത്. അതുപോലെ 1971 23 ഡിവൈസുകൾ ലിങ്ക് ചെയ്തു. 1984 ആയപ്പോഴേക്കും ആർപ്പാനെറ്റിനോട് ലിങ്ക് ചെയ്ത കമ്പ്യൂട്ടേഴ്സിൻ്റെ എണ്ണം 10,000-ലെത്തി. 1984 ഇൻ്റർനെറ്റ് ഡാറ്റ ട്രാൻസ്ഫറിനുള്ള ഒഫീഷ്യൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതാണ് ഇൻ്റർനെറ്റ് ചരിത്രത്തിലെ 2ാമത്തെ ചുവടുവെപ്പായി കാണുന്നത്. ഈ ലാംഗ്വേജ് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക് അൽ-ഇത്തിസാലു ബിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇതിലെ ഫസ്റ്റ് വൺ അൽ-ഇത്തിസാലുൽ ഹാത്തിഫ് ഡയലപ്പ്. മോഡം ഫോൺ ലൈനൊക്കെ യൂസ് ചെയ്ത് ഇൻ്റർനെറ്റിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പഴയ രീതിയാണിത്. ഇത് വളരെ സ്ലോ ആണ്. അടുത്തത് അൽ-ഇത്തിസാലു സരിയ ബ്രോഡ്ബാൻഡ്. ഈ രീതിയിൽ കമ്പ്യൂട്ടർ 24 ഹവേഴ്സും ഇൻ്റർനെറ്റുമായി കണക്റ്റഡ് ആയിരിക്കും. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സർവീസ് പ്രൊവൈഡർ ആവശ്യമില്ല. ഇതിലെ കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റാണ്. അടുത്തത് ഫോൺ ലൈന്. ഇത് ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ പോപ്പുലർ വേസിലൊന്നാണ്. ഇതിനായി ഫോൺ വയേഴ്സ് യൂസ് ചെയ്യും. ഇനി കണക്ഷൻ കമ്പനീസുമായി സബ്സ്ക്രിപ്ഷൻ എടുത്ത ടെലിഫോണ്, കമ്പ്യൂട്ടർ, മോഡം, അതുപോലെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് കമ്പനിയുമായുള്ള സബ്സ്ക്രിപ്ഷൻ, ഇതൊക്കെ ഇതിനാവശ്യമായിട്ട് വരും. അടുത്തത് അൽ-ഇത്തിസാലു ബിൽ കേബിൾ. ഇവിടെ
കോആക്ഷ്യൽ കേബിളാണ് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതിനൊരു മോഡം, നെറ്റ്വർക്ക് കാർഡൊക്കെ വേണം. ഇത് എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കും, ഫാസ്റ്റാണ്, അതുപോലെ ചീപ്പ് റേറ്റുമാണ്. നെക്സ്റ്റ് വൺ സെൽഫോൺ നെറ്റ്വർക്കാണ്. അപ്പോൾ സെൽഫോൺ യൂസ് ചെയ്ത് സെല്ലുലാർ നെറ്റ്വർക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വയർലെസ് മീഡിയമാണ് നമ്മുടെ സെൽഫോൺ നെറ്റ്വർക്ക്. ഇതിന് മോഡം ആവശ്യമില്ല. അടുത്തത് അൽ-ഇത്തിസാൽ അബറൽ അഖ്മാർ സനാഇയ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ഫാസ്റ്റാണ്, എന്നാൽ വളരെ എക്സ്പെൻസീവുമാണ്. അതുപോലെ ഇതിൻ്റേതായ എക്യുപ്മെൻറ്റ്സും ഇതിന് അത്യാവശ്യമാണ്. അടുത്തത് അൻ-നിഖാത്തുൽ ലാസിൽക്കിയ അസ്സാഖിന, വയർലെസ് ഹോട്ട്സ്പോട്ട്. ഇപ്പോൾ സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും പേഴ്സണൽ ഡിജിറ്റൽ അസിസ്റ്റൻസും ഒക്കെ അതൊക്കെ വഴി വയർലെസ്സായി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനാണ് ഹോട്ട്സ്പോട്ട്. ഇത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പൊതു ഇടങ്ങളിലൊക്കെ ഈ സർവീസ് ഫ്രീ ആയി അവൈലബിൾ ആവാറുണ്ട്. ചില സ്ഥലങ്ങളിൽ പാസ്വേഡ് ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, IP. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പാക്കേജിലെ ബേസിക് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണിത്. ഇൻ്റർനെറ്റ് വഴിയുള്ള റൂട്ടിങ്ങിൻ്റെ ഒക്കെ ബേസ് ഇതാണ്. ഇൻ്റർനെറ്റ് നെറ്റ്വർക്കിൻ്റെ കോറാണിത്. IPക്ക് പുറമെ TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന ബേസിക് പ്രോട്ടോക്കോൾ കൂടെയുണ്ട്. അപ്പോൾ TCP എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നെറ്റ്വർക്കിലേക്ക് ഡാറ്റ ആഡ് ചെയ്യാനാണ് TCP യൂസ് ചെയ്യുന്നത്. ഡാറ്റ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് IP പാക്കേജിൽ ഡാറ്റ പാസ് ചെയ്യാനും സ്വീകരിക്കുന്ന സമയത്ത് ഡാറ്റ റീഅസംബിൾ ചെയ്യാനൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റി TCPക്കാണ്. നെക്സ്റ്റ് വൺ IP, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. മറ്റു കമ്പ്യൂട്ടർ ഡിവൈസസുമായുള്ള കണക്ഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി IPക്കാണ്. അപ്പോൾ ഇൻ്റർനെറ്റിലേക്ക് ഡാറ്റ അയക്കാനും ഇൻ്റർനെറ്റിൽ നിന്ന് ഡാറ്റ റിസീവ് ചെയ്യാനുമുള്ള ചുമതല IPക്കാണ് ഉണ്ടാവുക. മൂന്നാമത്തേത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. വെബ് സെർവറും വെബ് ബ്രൗസറും തമ്മിൽ കണക്ട് ചെയ്യുന്നത് HTTP ആണ്. വെബ് ക്ലയൻറ്റിൻ്റെ ഓർഡർ ബ്രൗസർ വഴി വെബ് സെർവറിലേക്ക് അയക്കാനും വെബ് പേജസിൻ്റെ രൂപത്തിൽ സെർവറിൽ നിന്ന് ക്ലയൻറ്റ്സ് ബ്രൗസറിലേക്ക് ഓർഡർ റിട്ടേൺ ചെയ്യാനും HTTP യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ IP അഡ്രസ്. അപ്പം IP, ICP ഒക്കെ അനുസരിച്ച് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്ത എല്ലാ ഡിവൈസിനും ലഭിക്കുന്ന ഒരു യുണീക്ക് അഡ്രസ്സാണ് IP അഡ്രസ്. 0 മുതൽ 255 വരെയുള്ള നമ്പേഴ്സിലായി 4 ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സായാണ് IP അഡ്രസ്സ് വരുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 249.7.13.53. ഇതിൽ നാലാമത്തെ 53 എന്ന നമ്പർ, അതാണ് ഒരു സ്പെസിഫിക് ഡിവൈസിനെ മനസ്സിലാക്കി തരുന്നത്. അടുത്തത് ഇസ്മുൻ നിത്താഖ്, ഡൊമൈൻ നെയിം. പ്രോട്ടോക്കോൾ അഡ്രസ്സിലേക്ക് അറിയിക്കുന്ന ഒരു നെയിമാണ് ഡൊമൈൻ നെയിം. IP അഡ്രസ്സിന് പകരം യൂസ് ചെയ്യാവുന്ന സിമ്പിൾ നെയിമാണ് ഡൊമൈൻ നെയിം. അപ്പോൾ ഡൊമൈൻ നെയിം 2 പാർട്സ് ആയാണ് ഉണ്ടാവുക. ഒന്ന് ഹോസ്റ്റ് കമ്പ്യൂട്ടർ, പിന്നൊന്ന് ടോപ്പ് ലെവൽ ഡൊമൈൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ wikipedia.org, അതിലെ വിക്കിപീഡിയ ഹോസ്റ്റ് നെയിമും org എന്നത് ടോപ്പ് ലെവൽ ഡൊമൈനുമാണ്. ഇനി ഇവിടെ കുറച്ച് ടോപ്പ് ലെവൽ ഡൊമൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറിക് ടോപ്പ് ലെവൽ ഡൊമൈൻസ്. അപ്പോൾ കമ്പനീസ് ആണെങ്കിൽ .com, പിന്നെ അക്കാഡമിക് ആൻഡ് എഡ്യൂക്കേഷണൽ സൈറ്റ്സ് ആണെങ്കിൽ edu.ac. ഇനി ഗവൺമെൻറ് സൈറ്റ്സ് ആണെങ്കിൽ .gov, പിന്നെ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ .org, മിലിറ്ററി സൈറ്റ്സിന് .mil, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിന് .int, പിന്നെ നെറ്റ്വർക്ക് സപ്ലയർ സൈറ്റ്സിന് .net, ഇൻഡിവിജ്വൽ സൈറ്റ്സിന് .name ടൈപ്പ് ചെയ്യാം, പിന്നെ ലിമിറ്റഡ് യൂസിങ് സൈറ്റ്സിന് pro. ഇനി ഇവിടെ കുറച്ച് കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമൈൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് വൺ URI, യൂണിഫോം റിസോഴ്സ് ഐഡൻറ്റിഫയർ. ഇൻ്റർനെറ്റിലുള്ള ഒരു കണ്ടൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള യുണീക്ക് അഡ്രസ്സാണ് URI. ടെക്സ്റ്റ് പേജ്, വോയിസ്, വീഡിയോ ക്ലിപ്പ്, ഇമേജസ്, പ്രോഗ്രാംസ് ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും പോപ്പുലറായ URI ആണ് വെബ് പേജ് അഡ്രസ്സ്. ഇത് URLൻ്റെ ഒരു സ്പെസിഫിക് ഫോം കൂടെയാണ്. അപ്പം URL, URI എന്നീ 2 പാർട്ടുകളിലെ മോസ്റ്റ് യൂസ്ഡ് പാർട്ടാണ് URL. ഇതിന് നമ്മൾ വെബ് പേജ് അഡ്രസ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇനി വേൾഡ് വൈഡ് വെബിലെ
ഓരോ വെബ് പേജിൻ്റെയും യുണീക്ക് അഡ്രസ്സാണിത്. URLന് 3 പാർട്സ് ഉണ്ട്. 1 പ്രോട്ടോക്കോൾ അഡ്രസ്, 2 ഡൊമെയിൻ നെയിം, 3 എക്സ്റ്റൻഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് യൂണിറ്റാണ് അൽ വഹദത്തു റാബിഅത്ത അശറ അൽ ഖിദ്മാത്തു വ തത്ബീഖാത്തു ലിൽ ഇൻ്റർനെറ്റ് സർവീസസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇതിലാദ്യം ജനറൽ സർവീസസ് ഓഫ് ഇൻ്റർനെറ്റ്. അപ്പോൾ അൽ ബരീദുൻ ഇലക്ട്രോണി, ഇമെയിൽ. അൽ ബരീദുൽ ഇലക്ട്രോണി, ഇമെയിൽ. ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ലോകത്ത് എവിടെ നിന്നും മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സഹായിക്കുന്ന ഫെസിലിറ്റിയാണ് ഇമെയിൽ. 1970കളിലാണ് ഈ സർവീസ് തുടങ്ങിയത്. ഇമെയിൽ യൂസ് ചെയ്യാൻ വേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ്: 1 കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ഇമെയിൽ പ്രൊവൈഡറിൽ അക്കൗണ്ട് ഉണ്ടാവുക. അതുപോലെ സെൻഡറിനും റെസിപ്പിയൻസിനും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടാവുക. ഇനി ഇമെയിൽ അഡ്രസ്സിൽ യൂസർ നെയിമും സപ്ലൈയിങ് കമ്പനി നെയിമും അതിനിടയിൽ ഒരു അറ്റ് സിമ്പലും ഉണ്ടാവും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് example@gmail.com എന്ന പോലെ. ഇനി ഇമെയിൽ മെസ്സേജിൻ്റെ കൂടെ ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ ഫയൽസ് ഇതൊക്കെ അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഇമെയിലിലൂടെ അയക്കാൻ സാധിക്കുന്ന മാക്സിമം ഫയൽ സൈസ് 25 MB ആണ്. ഇൻ്റർനെറ്റ് വേൾഡിൽ ഇമെയിൽ സർവീസും അക്കൗണ്ട് ഓപ്പണിംഗ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അടുത്തത് വേൾഡ് വൈഡ് വെബ്, WWW. ഇൻ്റർനെറ്റിലെ ഗ്രൂപ്പ് ഓഫ് വെബ് പേജസ് ആണ് വേൾഡ് വൈഡ് വെബ്. 1989 ടിം ബേണേഴ്സ്-ലീ ആണ് ഇത് കണ്ടെത്തിയത്. 91 ഇത് പോപ്പുലറായി യൂസിൽ വന്നത്. അപ്പോൾ ടെക്സ്റ്റ്, ഇമേജസ്, വോയിസസ്, വീഡിയോസ്, ഗിഫ്റ്റ്സ്, അതുപോലെ ഇൻട്രാക്റ്റീവ് പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെബ് പേജിൽ കാണാൻ പറ്റും. മൾട്ടിമീഡിയ ഫോർമാറ്റിൽ യൂസേഴ്സിന് ടെക്സ്റ്റുകൾ ലഭിക്കാൻ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് വെബ് പേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. WWWൻ്റെ ഏറ്റവും ചെറിയ പാർട്ടാണ് വെബ് പേജസ്. ഓരോ വെബ് പേജസിനും യുണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, വെബ്സൈറ്റ്. ഒരേ സെർവറിൽ സ്റ്റോർ ചെയ്യുന്ന പരസ്പരം ലിങ്ക്ഡ് ആയ ഒരു കൂട്ടം വെബ് പേജസ് ആണ് വെബ്സൈറ്റ്. വെബ് ബ്രൗസർ പ്രോഗ്രാമിലൂടെ നമുക്ക് വെബ്സൈറ്റുകൾ സന്ദർശിക്കാൻ സാധിക്കും. WAP ടെക്നോളജി ഉപയോഗിച്ച് മൊബൈൽ ഫോണിലും വെബ്സൈറ്റ് കാണാം. അപ്പോൾ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, അഡ്വർടൈസ്മെൻറ്റ്, ചാറ്റ്സ്, ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്യാറുണ്ട്. ഇനി ഡിസൈനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പല ടൈപ്പ് ഓഫ് സൈറ്റ്സുകളുണ്ട്. ആദ്യം സ്റ്റാറ്റിക് വെബ്സൈറ്റ്, മവാഖിഉൽ ഇൻ്റർനെറ്റ് അസാബിത്ത. ഇത് നോർമൽ സൈറ്റുകൾ തന്നെയാണ്. ഇവിടെ ഈ സൈറ്റിൻ്റെ ഡിസൈനറുടെ സഹായം കൂടാതെ സൈറ്റിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല. മാത്രമല്ല, മാറ്റങ്ങൾ വരുത്താൻ സൈറ്റ് ഡെവലപ്പിംഗ് ലാംഗ്വേജും യൂസ് ചെയ്യേണ്ടതുണ്ട്. അടുത്തത് മവാഖിഉ ദീനാമിക്കിയ, ഡൈനാമിക് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഇൻറ്ററാക്റ്റീവ് സൈറ്റ്സ്. സ്റ്റാറ്റിക് വെബ്സൈറ്റിനേക്കാൾ കൂടുതൽ ഡെവലപ്പ് ചെയ്ത സൈറ്റ്സാണ് ഡൈനാമിക് വെബ്സൈറ്റ്സ്. ഡിസൈനറുടെയും പ്രോഗ്രാമറിൻ്റെയും ഒന്നും ആവശ്യമില്ലാതെ തന്നെ സൈറ്റ് ഓണറിനോ റെസ്പോൺസിബിൾ വ്യക്തിക്കോ വെബ് പേജിൽ ഡാറ്റാസ് ഡിലീറ്റ് ചെയ്യാനും മാറ്റം വരുത്താനും പുതിയ ഡാറ്റാസ് ആഡ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇനി സൈറ്റ്സിൻ്റെ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഒരുപാട് കാറ്റഗറീസ് ആക്കുന്നുണ്ട്. അതിലൊന്ന് ഇൻഫോർമേറ്റീവ് സൈറ്റ്സ് ആണ്. യൂസേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റ്സ്. വിക്കിപീഡിയ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. ഇനി മവാഖിഉ തിജാറൽ ഇലക്ട്രോണിയ, ഇ-കൊമേഴ്സ് സൈറ്റ്സ്. ഇൻ്റർനെറ്റ് വഴി പ്രൊഡക്ട്സും സർവീസസും ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ സ്ഥാനത്ത് വർക്ക് ചെയ്യുന്ന സൈറ്റ്സാണിത്. മൂന്നാമത്തേത് പേഴ്സണൽ സൈറ്റ്സ്. ഫേമസ് വ്യക്തികൾ അവരുടെ ക്വാളിഫിക്കേഷൻസും കഴിവുകളും കോൺട്രിബ്യൂഷൻസും ഒക്കെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സൈറ്റ്സാണ് പേഴ്സണൽ സൈറ്റ്സ്. പിന്നെ പോർട്ടൽ സൈറ്റ്സ്. സെർച്ച് എഞ്ചിനും അതുപോലെ വ്യത്യസ്ത മേഖലയിലുള്ള കമ്പനികളുടെ കാറ്റലോഗ്സും അടങ്ങുന്ന വലിയ സൈറ്റുകളാണ് പോർട്ടൽ സൈറ്റ്സ്. ഇവിടെ ഒരുപാട് ഇൻ്ററാക്റ്റീവ്, ഇൻഫോർമേറ്റീവ്, അഡ്വർടൈസിങ് സർവീസസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ, അൽ മവാഖിഉൽ ഇഖ്ബാരിയ, ന്യൂസ് സൈറ്റ്സ്. അപ്ഡേറ്റഡ് ന്യൂസ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റ്സാണിത്. റീസെൻ്റ്ലി അറബ് ലോകത്ത് വലിയ അളവിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് അൽ മവാഖിഉൽ ഇഖ്ബാരിയ. ഇതിൻ്റെ കണ്ടൻറ്റ് വളരെ ഫാസ്റ്റായി നിരന്തരം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. പേപ്പർ എഡിഷൻസ് ഉള്ള
മാഗസീൻസും ന്യൂസ് പേപ്പേഴ്സും അതുപോലെ ഈ ന്യൂസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന മാഗസീൻസും ഇവരൊക്കെ ന്യൂസ് സൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ്. ഫേസ്ബുക്ക്, ട്വിറ്ററൊക്കെ പോലെ സോഷ്യൽ ഇൻ്ററാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സൈറ്റ്സാണിത്. ഇതിലെ മെയിൻ സൈറ്റ്സാണ്. ഒന്ന് ഫേസ്ബുക്ക് 2004 നിലവിൽ വന്നു. അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഫേസ്ബുക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 70-ലധികം ലാംഗ്വേജസ് ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. 2 ട്വിറ്റർ 2006 നിലവിൽ വന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ. ദെൻ ഫ്ലിക്കർ 2004 വന്നു. 2005 യാഹു ഓണറായി. ഹെഡ് ക്വാർട്ടേഴ്സ് സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ. പിന്നൊന്ന് മൈസ്പേസ്. ടോം ആൻഡേഴ്സൺ 2003 സ്റ്റാർട്ട് ചെയ്തതാണിത്. ഹെഡ് ക്വാർട്ടേഴ്സ് സാന്റാ മോണിക്ക ഇൻ കാലിഫോർണിയ. അടുത്തത് അൽ മുദവ്വനാത്ത്, ബ്ലോഗ്സ്. ഒന്നോ ഒന്നിൽ കൂടുതലോ വ്യക്തികൾ എഴുതാനായി ഉപയോഗിക്കുന്ന സൈറ്റ്സാണിത്. വളരെ ഈസിയായി പേഴ്സണൽ സൈറ്റ്സിൽ നമ്മുടെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ ബ്ലോഗർ പോലെ ഫ്രീ ബ്ലോഗ് സർവീസ് ചെയ്യുന്ന ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. പ്രോഗ്രാമിംഗ്, ഡിസൈനിങ് സ്കിൽസ് ഒന്നും കൂടാതെ തന്നെ ഫ്രീ ആയി ബ്ലോഗ് നിർമ്മിക്കാൻ സഹായിക്കുന്ന വേർഡ് പ്രസ് പോലെയുള്ള പ്രോഗ്രാംസും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ അദ്ദർദശ വൽ മുആമറാത്തു അൽ ഖത്ത്, ഓൺലൈൻ ചാറ്റിംഗ് ആൻഡ് കോൺഫറൻസിങ്. MSN മെസ്സഞ്ചർ, യാഹു മെസ്സഞ്ചർ പോലെയുള്ള ഓൺലൈൻ ചാറ്റിംഗ് പ്രോഗ്രാംസാണ് അദ്ദർദശ വൽ മുആമറാത്ത് അൽ ഖത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് അൽ ഖിദ്മത്തു തർബവിയ ലിൽ ഇൻ്റർനെറ്റ്, എഡ്യൂക്കേഷണൽ സർവീസസ് ഓഫ് ഇൻ്റർനെറ്റ്. ലേണിംഗ്, ടീച്ചിങ് മേഖലകളിൽ ഇൻ്റർനെറ്റിന് വലിയ പങ്കുണ്ട്. എഡ്യൂക്കേഷൻ പ്രോസസ്സിനെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ കുറച്ച് മോട്ടീവ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ലോകത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് ഇൻഫർമേഷൻസ് ലഭിക്കാൻ ഇൻ്റർനെറ്റിലൂടെ സാധ്യമാകും. അതുപോലെ ഇൻ്ററാക്റ്റീവ് സ്റ്റഡി പോസിബിളാണ്. വളരെ ഫാസ്റ്റായും ഈസിയായും വേൾഡുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇൻ്റർനെറ്റിൽ പഠിക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഏത് ടൈപ്പിലുള്ള ബുക്സും ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഇൻ്റർനെറ്റിൻ്റെ മെയിൻ സർവീസസ് ആണ്. അപ്പോൾ ഒന്ന്, സെർച്ച് ഫോർ ഇൻഫർമേഷൻ സാധിക്കും. പിന്നെ ഇമെയിൽ, അതുപോലെ ചാറ്റിംഗ്, പിന്നെ ഓൺലൈൻ എൻസൈക്ലോപീഡിയാസ് അൽ മൗസുആത്തുൽ ഇൽമിയ അലൽ ഖത്ത്. ഏത് വിഷയം സെർച്ച് ചെയ്യാനും ഓൺലൈൻ എൻസൈക്ലോപീഡിയാസ് യൂസ് ചെയ്യാം. വിക്കിപീഡിയ ഒക്കെ ഒരു ഓൺലൈൻ എൻസൈക്ലോപീഡിയയാണ്. അതുപോലെ അൽ ഖവാമീസ് അലൽ ഇൻ്റർനെറ്റ്, ഓൺലൈൻ ഡിക്ഷണറീസ്, പിന്നെ ഓൺലൈൻ ലൈബ്രറീസ്. UGCയുടെ പ്രൊജക്റ്റായ ഇൻഫ്ലിപ്നെറ്റ് ഓൺലൈൻ ലൈബ്രറീസിൻ്റെ എക്സാമ്പിളാണ്. shotganga.inflipnet.ac.in എന്ന സൈറ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൽ നടന്ന റിസർച്ച് പേപ്പേഴ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. 1,35,000 റിസർച്ച് പേപ്പേഴ്സ് ഇന്നതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഒന്നാണ് ഓൺലൈൻ ബുക്ക് സ്റ്റോർ. PDF രൂപത്തിൽ പുസ്തകങ്ങളുടെ കോപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ റേഡിയോ, മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇൻ്റർനെറ്റിലെ മെയിൻ ആപ്ലിക്കേഷൻസ്. ഒന്ന്, മുത്തസഫിഹുൽ വെബ് ബ്രൗസർ. ഈ വെബ് ബ്രൗസർ മുസ്തഅറദ്, മുബഹർ എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ലിങ്ക്സ് വഴി വളരെ എളുപ്പത്തിൽ ഡാറ്റാസ് ലഭിക്കാനുള്ള സൗകര്യമാണ് ബ്രൗസറിലുള്ളത്. ഇനി കുറച്ച് പോപ്പുലർ ബ്രൗസേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ ക്രോം, ഒപ്പേറ, സഫാരി, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ടോർച്ച്, മാക്സ്റ്റൺ, സീമങ്കി, അവൻ ബ്രൗസർ, ഡീപ് നെറ്റ് എക്സ്പ്ലോറർ. അതുപോലെ വിൻഡോസ് 10ൻ്റെ കൂടെ വന്ന പുതിയ ബ്രൗസറാണ് എഡ്ജ് ബ്രൗസർ. നെക്സ്റ്റ് ടോപ്പിക് മുഹർരിക്കുൽ ബഹ്സ്, സെർച്ച് എൻജിൻ. നമുക്കറിയാം, സെർച്ച് ചെയ്ത വേർഡിനോട് മാച്ചായ ഇൻഫർമേഷൻസ് അടങ്ങുന്ന ഒരു ലിസ്റ്റ് ഓഫ് വെബ് പേജസ് ഷോ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് ഇൻഫോ കാണിക്കാനുമാണ് സെർച്ച് എൻജിൻ. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ വെബ് പേജ് ഓപ്പൺ ആവും. ഇനി നെക്സ്റ്റ് ടോപ്പിക് തഖ്നിയാത്തുൽ ബഹ്സ് ഫി മുഹർരിക്കിൽ ബഹ്സ് ഗൂഗിൾ സെർച്ച് എൻജിനിലെ സെർച്ചിങ് ടെക്നിക്സ് ആണ്. അപ്പോൾ മില്യൺസ് ഓഫ് പേജസ് ഇൻസേർട്ട് ചെയ്യാൻ കമ്പ്യൂട്ടർ സ്പൈസ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രോങ് സെർച്ച് എൻജിനാണ് ഗൂഗിൾ.
ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വേർഡിനാണ് ഗൂഗിൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാക്സിമം 32 വേർഡ്സാണ് സെർച്ച് ചെയ്യാൻ കഴിയുക. ഇനി ഗൂഗിളിൻ്റെ കുറച്ച് സെർച്ചിങ് ടെക്നിക്സ് നോക്കാം. ഒന്ന്, സെർച്ച്ഡ് വേർഡുമായി ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട റിസൾട്ട്സ് വരാൻ വേണ്ടി സെർച്ച് ചെയ്യുന്ന വേർഡ് ഡബിൾ കൊട്ടേഷനിൽ കൊടുക്കുക. അതുപോലെ ഒരേ സമയം 2 വാക്ക് സെർച്ച് ചെയ്യാൻ രണ്ട് വാക്കുകളുടെ ഇടയിൽ ഔ അല്ലെങ്കിൽ ഓർ കൊടുക്കുക. വ്യത്യസ്ത ടേംസിൽ സെർച്ച് ചെയ്യാൻ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ഉദാഹരണം റിവായ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ താരിഖിയ, സിയാസിയ അങ്ങനെ കൊടുക്കുക. ഇനി സെർച്ച് ചെയ്ത വേർഡ്സിൽ കുറച്ച് ഭാഗം ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കേണ്ട വേർഡിന് മുന്നേ മൈനസ് സിമ്പിൾ കൊടുക്കുക. അതുപോലെ വേർഡോ ലെറ്ററോ ആഡ് ചെയ്യാൻ പ്ലസ് സിമ്പിൾ കൊടുക്കുക. ഇനി ഒരു സൈറ്റിലുള്ള വേർഡ് കണ്ടെത്താൻ ആദ്യം വേർഡ് ടൈപ്പ് ചെയ്യാം, പിന്നെ അൽ മൗഖിയ എന്ന് ടൈപ്പ് ചെയ്യാം, ഒരു കോളം കൊടുക്കുക, സൈറ്റ് നെയിം എഴുതുക. അതുപോലെ വോയിസ് വഴി സെർച്ച് ചെയ്യാൻ നമുക്കറിയാം, അവിടെയുള്ള മൈക്രോഫോൺ സിമ്പലിൽ പ്രസ് ചെയ്ത് വോയിസ് സെർച്ച് ചെയ്യാം. അതുപോലെ എക്സ്റ്റൻഷനോട് കൂടെ ഫയൽ സെർച്ച് ചെയ്യാൻ അനുയോജ്യമായ എക്സ്റ്റൻഷൻസ് ടെക്സ്റ്റിൻ്റെ കൂടെ ടൈപ്പ് ചെയ്യാം. പിന്നെ ന്യൂസ്, ഇമേജസ്, മാപ്സ്, വീഡിയോസ്, ബുക്സ് ഇങ്ങനെയൊക്കെയുള്ള ടാബ്സ് കാണാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമുള്ളത് സെലക്ട് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് വരും. അതുപോലെ ടൂൾസ് ബാറിൽ ക്ലിക്ക് ചെയ്താൽ റിസൾട്ട് ഷോ ചെയ്യുമ്പോൾ കളറ്, ടൈപ്പ്, ടൈം അങ്ങനെ ഓരോന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത ടാബിനനുസരിച്ച് ടൂൾസിൽ മാറ്റം ഉണ്ടാകും. നെക്സ്റ്റ് വൺ, അൽ ബഹ്തു ഫിൽ അറബിയ. കമ്പ്യൂട്ടറിൽ അറബിക് ലാംഗ്വേജ് അവൈലബിൾ ആണെങ്കിൽ അറബിയിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗൂഗിൾ അറബിക് എന്ന് ടൈപ്പ് ചെയ്താൽ അറബിക് സെർച്ച് എഞ്ചിനിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് വരും. അവിടെ ഒരു കീബോർഡും കാണാം, അത് പ്രസ് ചെയ്യാം. അപ്പോൾ സ്ക്രീനിൽ കീബോർഡ് സ്ക്രീന് വരും. അത് യൂസ് ചെയ്ത് വിഷയം സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇനി അൽ ഖിദ്മാത്തുൽ ഉഖ്റ ഫി ഗൂഗിളിലെ മറ്റ് സേവനങ്ങൾ. ഒന്ന്, drive.google.com. നമുക്കറിയാം നമ്മുടെ ഫയൽസ് ഗൂഗിൾ അക്കൗണ്ടിൽ സ്റ്റോർ ചെയ്യാനുള്ള സർവീസാണ് ഗൂഗിൾ ഡ്രൈവ്. ഇപ്പോൾ ഫ്രീ ആയി 15 GB സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന് പുറമെ 1300 റുപ്പീസ് ആനുവലി കൊടുത്താൽ 100 GB-യും 6500 റുപ്പീസ് ആനുവലി കൊടുത്താൽ 1 TB-യും സ്പേസ് കിട്ടും. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്, അതുപോലെ തോട്ട്സ് ഷെയർ ചെയ്യാനും മറ്റും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി groups.google.com. പിന്നെ എഡ്യൂക്കേഷണൽ ടോപ്പിക്സ് സെർച്ച് ചെയ്യാനുള്ള സർവീസാണ് ഗൂഗിൾ സ്കോളർ. അതുപോലെ ഗൂഗിൾ ബുക്സിലൂടെ ബുക്സും യൂണിവേഴ്സിറ്റി റിസേർച്ചസും സെർച്ച് ചെയ്യാം. പിന്നെ ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ ന്യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിളിൻ്റെ മെയിൻ സർവീസസ്. നെക്സ്റ്റ് ടോപ്പിക്, ഫത്ഹു സഫ്ഹത്ത് വെബ് വനസ്ഖു നസ്സ് മിൻഹ. വെബ് പേജ് ഓപ്പണിംഗ് ആൻഡ് കോപ്പിയിങ് ടെക്സ്റ്റ്സ്. റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേജ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ ഓരോരോ പേജായിട്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ടാബുകളിലായി ഓപ്പൺ ചെയ്യാനും പറ്റും. ഇതിനായി പേജിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാൻ ഒരു പേജ് പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാൻ ലിങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി സൈറ്റിൽ നിന്ന് ടെക്സ്റ്റ് കോപ്പി ചെയ്ത് വേർഡ് പോലെ മറ്റൊരു ഡോക്യുമെൻറ്റിൽ പേസ്റ്റ് ചെയ്യാൻ ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ശേഷം ഏതെങ്കിലും ടെക്സ്റ്റ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിൽ പുതിയ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം, ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഇനി ഈ ടെക്സ്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണമെങ്കിൽ URL കോപ്പി ചെയ്ത് ഡോക്യുമെൻറ്റിൽ പേസ്റ്റ് ചെയ്യണം. അതുപോലെ പബ്ലിഷിംഗ് ഡേറ്റും ആക്സസ് ഡേറ്റും ടൈപ്പ് ചെയ്യണം. ഇനി ലാസ്റ്റ് ഹെഡിങ് ആണ് ഹിഫ്ളു സൂറത്ത് അല സഫ്ഹത്തി വെബ്. അപ്പോൾ വെബ് പേജിൽ ഇമേജ് സേവ് ചെയ്യാൻ ആദ്യം ഇമേജിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, സേവ് ഇമേജ് ആസ് എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇമേജ് സേവ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് വരും. അതിൽ ഫോൾഡർ സെലക്ട് ചെയ്യുക, ഫയൽ നെയിം കൊടുക്കുക, സേവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ അറബിക് എനേബിൾഡ് ICT ഇൻ അക്കാഡമിക് റൈറ്റിംഗ് എന്ന വിഷയം ഇതോടെ അവസാനിച്ചു. അപ്പോൾ ഇതിൽ ഒരുപാട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സും ടേംസും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പൊക്കെ എഴുതുമ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സെറ്റായിട്ട് എക്സാമൊക്കെ എഴുതാം. അപ്പോൾ ഓക്കെ, ശുക്രാൻ.